അതാ ഭാസ്കരൻ്റെ മകളല്ലേ? ഏത് ഭാസ്കരൻ? റേഷൻ കടയല്ലേ ഭാസ്കരൻ, എൻ്റെ കൂട്ടുകാരൻ. ആ അതേതാ ചെക്കൻ? എടാ ഇവനോ? എന്തേ? എടാ ഇവനും ഇവളും തമ്മിൽ ഭയങ്കര പ്രേമത്തിലായിരുന്നു. എന്നിട്ട് ഇവളുടെ പിന്നാലെ ചുറ്റിക്കറങ്ങി നടക്കലായിരുന്നു അവൻ്റെ പണിയില്ല, തൊരവില്ല, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അടിച്ചു എല്ലാം സോൾവ് ആക്കിയതാ. പിന്നെ അവൻ പറഞ്ഞു ഇവളുടെ പിന്നാലെ ഇനി വരില്ല, അങ്ങനെ ഒരു ബന്ധമില്ല. ഭാസ്കര, ഞാനാ ഗിരിരാജൻ. നീ എത്രയും പെട്ടെന്ന് എൻ്റെ ചേച്ചിയുടെ വീടില്ലേ, പാങ്കോട്, ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് വാ. മോള് ഭാസ്കരൻ്റെ മോളല്ലേ? അതെ. എന്നാ അറിയോ? ഞാൻ ഭാസ്കരന്റെ കൂട്ടുകാരനാണ്, ഗിരിരാജൻ. എന്താ ഇവിടെ? ഞങ്ങള് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ഇതാരാ? ഇതെന്റെ ഹസ്ബൻഡ്. അങ്കിളിനെ അറിയില്ലേ? ഹസ്ബൻഡാണല്ലേ? അതെ. നിങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്കേ എന്റെ പെങ്ങളുടെ വീടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഈ വളവ് കഴിഞ്ഞ വീടാണ്, മൂന്നാമത്തെ കയറ്റി. അവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ട് പോയാൽ എന്ത് തിരക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു ചായയും കുടിച്ചിട്ട്. മോളെ, ഇത് എന്റെ പെങ്ങള് ലില്ലി. പോലീസാ ഭർത്താവ്. കേറി, വിശേഷങ്ങളൊക്കെ പറയാം. കേറി മോളെ. അമ്മ അടുത്ത കൂട്ടുകാരനൊരു ഭാസ്കരനുണ്ട്, മുമ്പ് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഭാസ്കരന്റെ മോളായി പെണ്ണ്. അതെയോ? ഈ പെണ്ണും ഈ ചെക്കനും കൂടെ ഇപ്പൊ ഫ്രൂട്ട്സ് കടയിൽ ചെക്കൻ അവളുടെ കാമുകൻ. അതെ, ഞങ്ങൾ ചോദിച്ചപ്പോ കല്യാണം കഴിഞ്ഞു എന്നാ പറഞ്ഞതേ. അപ്പൊ ഈ പെണ്ണിന്റെയും ചെക്കൻ്റെ പേര് നേരത്തെ നാട്ടിൽ വലിയ വിഷയം ഉണ്ടായിരുന്നു. ഈ ചെക്കനെ മറ്റേ ഭാസ്കരനെ ആളെ വിട്ട് അടുപ്പിക്കുകയൊക്കെ ചെയ്തതാ. എന്നിട്ട് പറഞ്ഞ മേലാൽ ഇനി ഈ പെണ്ണിന്റെ പറയാൻ നടക്കുന്നു. ഇപ്പൊ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ എന്തോ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ആ പേര് ചുറ്റിക്കൊണ്ടിരിക്കുക, ജ്യൂസ് കുടിക്കാൻ നിൽക്കുക രണ്ടും കൂടെ. ഞങ്ങൾ കൈയോടങ്ങി പൊക്കി. ഇതാ ഭാസ്കരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആളിപ്പോ വരും. എങ്ങനെയുണ്ട്? ഒന്നും അറിയാത്ത പോലെ പൂച്ചന വന്ന പോലെ വന്നിരിക്കുന്നുണ്ട് അവള്. എനിക്ക് അവളുടെ ചുണ്ടെടുത്ത് ഭിത്തിയിൽ ഒരയ്ക്കാനാ തോന്നിയത്. എനിക്ക് ഒരു ഉളുപ്പില്ലാതിരിക്കണ. നമസ്കാരം. അതെ, അതെന്താ അറിയോ? പറയല്ലേ, നിന്റെ മകള് എന്ന് പറഞ്ഞാൽ അവൾ എന്റെ മകളെ പോലെയല്ലേ? ആണല്ലോ ഗിരിരാജ. അവൾ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചിട്ട് നീ എന്റെ അടുത്ത് വരുമ്പോ ഞാനും നിന്റെ കൂടെ നിന്ന് അവളെ ഉപദേശിക്കാറില്ലേ? എത്രയോ തവണ. ഞാൻ അതങ്ങനെയല്ലേ വേണ്ടത്. കേക്ക് മക്കൾ ഇറങ്ങി വന്നേ. ധാരാ നോക്ക്. നിങ്ങൾ ഇവിടെ നിൽക്കുക. യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയതാ രണ്ടുപേരും കൂടെ. എന്നിട്ട് ഇവിടെ എന്താ പറ്റി? അത് ശരി. അല്ല, വീട്ടിൽ നിന്നാണ് അവര് വരുന്നത്? വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാ രണ്ടുപേരും കൂടെ. അല്ലടാ, ഇവനല്ലേ ഇവളായിട്ട് പ്രേമൊക്കെ ഉണ്ടായി? അവനെ കിട്ടിയില്ലെങ്കിൽ അവള് ചത്ത് കളയെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നടാ. കഴിഞ്ഞ ആഴ്ച ഞാൻ പിടിച്ചാൽ കെട്ടിച്ചു രണ്ടിനെയും കൂടെ. ഞാനറിഞ്ഞില്ല. അതല്ല, നീ എന്താ പെട്ടെന്ന് കാർ കൊടുത്ത് പെട്ടെന്ന് പോവാ നീ വിളിച്ച എന്താ കാര്യം? എന്താ അത്? കള്ള, നീ എന്റെ കല്യാണം ക്ഷണിച്ചില്ലല്ലോ, എനിക്ക് അതിൽ പരിഭവമൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യല്ലേ. പക്ഷെ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചു എന്ന് ഇന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തേ? ലില്ലി, ഇവരെ 3 പേരെ അകത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് അവർക്കുള്ള ഊണ് റെഡിയാക്കി. എവിടെ മേടിക്കാൻ പോയ പശു? ചിലർക്ക് പശു റെഡിയാവും, ചിലർക്ക് പശു റെഡിയാവില്ല. എനിക്ക് പശു റെഡിയായില്ല, അതുകൊണ്ട് കുഴപ്പമില്ല.